ഈ 3 ദിവസത്തിൽ ഇന്ത്യയിലെ ടെസ്റ്റ് മത്സരങ്ങൾ കഴിയുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് പതുക്കൊന്ന് മാറി വരികയായിരുന്നു. ഇപ്പം അതിൻ്റെ ഇടയിലാണ് ആകെ ഒരു ടെസ്റ്റ് കളിക്കാനാണ് അഫ്ഗാനിസ്ഥാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ 3 ദിവസത്തിനുള്ളിൽ തോറ്റിട്ട് പോയിരിക്കുകയാണ്. 2 ഇന്നിങ്സ് ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ കുറിച്ച് ടോട്ടൽ കുറിക്കാനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് മാത്രമല്ല, ഒന്ന് പൊരുതി പോലും നോക്കാതെയാണ് അഫ്ഗാനിസ്ഥാൻ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇന്നിങ്സിന് 300 റൺസിനാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ 3 ദിവസത്തിൽ കളി തീർന്നു എന്ന് പറയുമ്പോൾ പിച്ചിലെ കുഴപ്പം കൊണ്ടൊന്നും ആയിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നത്. 2 ഇന്നിങ്സ് ഉണ്ടായിട്ടും അവർക്ക് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റാതിരുന്നത് ടെസ്റ്റ് കളിക്കുന്നതിലുള്ള അവരുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. അവർ ബാറ്റ്സ്മാൻമാർ കളിച്ച രീതികളും ശൈലികളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് T20 മത്സരത്തിൽ അവരെങ്ങനെയാണ് ആക്രമിച്ച് കളിക്കുന്നത് അതുപോലെ കളിക്കാനാണ് കൂടുതൽ ബാറ്റ്സ്മാൻമാരാണെന്നുണ്ടെങ്കിലും ഈവൻ അവസാന സ്ഥാനത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആരും ഒന്ന് നിന്ന് കളിക്കാനായിട്ട് ആ സെക്കൻഡ് ഇന്നിങ്സിൽ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒന്നല്ലെങ്കിൽ ആ ഒരു ഇത്രയും വലിയൊരു തോൽവിയുടെ ആ ഒരു ഭാരം കുറയ്ക്കാനെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു ഫൈറ്റ് നടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് അവരുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ നമുക്ക് റഹ്മത്ത് ഷായുടെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നു. അവരുടെ ബെസ്റ്റ് ബാറ്ററാണ്. ടെസ്റ്റ് ടീമിൽ 4ാമത്തെ പൊസിഷനിലാണ് റഹ്മത്ത് ഷാ കളിക്കുന്നത്. അതേ ഒരു 60 റൺസോളം എടുത്തിട്ടുണ്ടായിരുന്നു, 150-150ഓളം ബോളുകൾ ഫേസ് ചെയ്തിട്ട്. അതൊരു പേഷ്യൻസ് ഉള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ഒരു ടീമിനെ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഇന്നിങ്സിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഓവറുകളുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് അധികം ബോളുകൾ എടുക്കാതെ റണ്ണെടുത്ത് കളി ജയിപ്പിക്കുന്നതല്ല ടെസ്റ്റ് മത്സരം. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ആ ഇന്നിങ്സിനെ ബിൽഡ് ചെയ്യാനും അവിടെ നിന്നിട്ട് ഓപ്പോസിഷൻ ടീമിന് പ്രഷർ കൊടുക്കാനും ഒക്കെ ആ ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കുന്നതിലൂടെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഇന്നിങ്സ് റഹ്മത്ത് ഷാ കളിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കാനായിട്ട് പറ്റില്ല. ശരിയാണ്, അവരുടെ ക്യാപ്റ്റൻ അസ്മത്ത് ഉണ്ടായിരുന്നപ്പോൾ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ബോളർമാരെല്ലാവരും നന്നായാണ് എറിയുന്നുണ്ടായിരുന്നത്. ആദ്യത്തെ മത്സരം കളിക്കുന്നുണ്ടായിരുന്ന മാനവ് സുധർ 6 വിക്കറ്റാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. തൻ്റെ ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കാനും മാനവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവ് സുധർ ഷോ തന്നെയായിരുന്നു. അതിപ്പോൾ ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ബോളിങ്ങിലാണെന്നുണ്ടെങ്കിലും. ബാറ്റിങ്ങിലും അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഞ്ചുറി കാര്യങ്ങൾ അടിച്ചിട്ടല്ല, പക്ഷേ നല്ലൊരു കോൺട്രിബ്യൂഷൻ വാഷിങ്ടൺ സുന്ദറിൻ്റെ കൂടെ നിന്നിട്ട് കൊടുക്കാനായിട്ട് മാനുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ 152 റൺസിന് അഫ്ഗാനിസ്ഥാനെ ഒതുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്ന മാനവ് സുന്ദറിൻ്റെ ബോളിങ്ങാണ്. ഈ 152 റൺസിൽ അഫ്ഗാനിസ്ഥാൻ ഒടുങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ അവിടെ ഫോളോ ഓൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്തിട്ട് 564 റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഭാഗത്തും കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. യശസ്വി ജയ്സ്വാളായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനായിട്ട് ഉണ്ടാവുക. ടോപ്പ് ഓഫ് ദ ഓർഡർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് കാര്യമായിട്ട് മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫാസ്റ്റ് ബോളർമാരെ എറിയുമ്പോഴും സ്പിന്ന് ബോളർമാരെ എറിയുമ്പോൾ കുറേ കൂടിയും ബോൾ ടൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും യശസ്വി ജയ്സ്വാൾ ഔട്ടായ രീതി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വെറുതെ കളഞ്ഞു പോയ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. രാഹുലാണെങ്കിലും സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഗില്ലിനാണെന്നുണ്ടെങ്കിലും സെഞ്ചുറി നേടാനായിട്ട് പറ്റി. സുദർശനാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ആക്രമിച്ച് കളിച്ചിട്ട് കുറേ കൂടി വൺ ഡേ മോഡിൽ കളിക്കുന്നൊരു സുദർശനാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആ ഒരു നമ്പർ 3 പൊസിഷനിലേക്ക് സുദർശന് ഒരുപാട് ചാൻസുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സാണ് സുദർശന് കളിക്കാൻ പറ്റിയത്. 81 റൺസ് സുദർശൻ എടുത്തിട്ടുണ്ടായിരുന്നു. 81 റൺസ് തന്നെ ഋഷഭ് പന്തും എടുത്തിട്ടുണ്ടായിരുന്നു. പന്തിനാണെന്നുണ്ടെങ്കിലും കുറേ കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. സാധാരണ നമ്മൾ കാണുന്ന ഒരുപാട് അടിച്ച് കളിച്ച് നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പന്തിനേക്കാൾ കുറേ കൂടി മെച്യൂരിറ്റി ആയിട്ടുള്ളൊരു ഇന്നിങ്സ് കളിക്കാനാണ് പന്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും അതിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ആക്രമിച്ച് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അറിയാലോ, ഋഷഭ് പന്ത് അങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരെല്ലാവരും റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന വാഷിങ്ടൺ സുന്ദറാണെന്നുണ്ടെങ്കിലും അവസാനം വാലറ്റത്തിന് കൂട്ടുപിടിച്ചിട്ട് ഒരു 50 കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അവർക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ 564 റൺസ് സ്കോർ ബോർഡിൽ ചേർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്ലാനും അത് തന്നെയായിരുന്നു. ആദ്യം ബാറ്റിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് സ്കോർ ബിൽഡ് ചെയ്തിട്ട് അതിനുശേഷം ബോളർമാർക്ക് കൂടുതലും അവസരം കൊടുക്കുക എന്നുള്ള രീതിയിൽ കളിക്കാൻ തന്നെയായിരുന്നു ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നത്. അതവർക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റി. ഈ ഫോളോ ഓൺ വന്നപ്പോൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്ന തന്നെ മാനവ് സുധർ തന്നെയായിരുന്നു ബോളിങ്. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ ഇന്നിങ്സിൽ 6 വിക്കറ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫോമിൽ തന്നെയായിരുന്നു മാനവ് സുധർ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബോൾ സ്പിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അഫ്ഗാൻ്റെ ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അടിച്ച് കളിക്കാനായിട്ട് തുടങ്ങി. മാനവ് സുധറിന് ആദ്യത്തെ ഓവറുകളിലൊക്കെ നല്ല അടിയൊക്കെ കിട്ടി. അങ്ങനെ സദീഖാണ് ഒരു ഓപ്പണർ, അദ്ദേഹം അടിച്ച് കളിക്കാൻ തുടങ്ങി. മാലിക്കിന് അധികമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കുറേ കൂടി ബോളുകൾ ഡിഫെൻഡ് ചെയ്ത് കളിക്കാനായിട്ടാണ് ശ്രമിച്ചത്. മാലിക്കിൻ്റെ വിക്കറ്റ് ആദ്യം തന്നെ പോയെങ്കിലും പിന്നീട് വന്ന റഹ്മാനുള്ള ഗുർബാസ് ആണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രൈക്ക് റേറ്റിൽ 6ഉം 4ഒക്കെ ആയിട്ട് അടിച്ച് കളിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവിടെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്.
ഓരോ ഓവറിൽ 6, 7, 8 റണ്ണിന് മേളിലൊക്കെ അവർ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്ന പോലും അവർക്ക് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാ ബോളുകളും അടിച്ചു കളിക്കുന്നതിന് പകരം അത്യാവശ്യം ഒരു സ്കോർ ഒരു ഓവറിലൊക്കെ നേടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടുത്ത ബോളൊന്ന് ഡോട്ട് ആക്കിയിട്ട് കളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഓരോ സെഷൻ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ ഓരോ ഡേ കഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്കിലും അഫ്ഗാനിസ്ഥാൻ കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റിയിരുന്നു. ഇത് അവർ ഭയങ്കര ഈസി ആയിട്ടാണ് അവർ വിക്കറ്റുകളെല്ലാം കളയുന്നുണ്ടായിരുന്നത്. ഗുർബാസിൻ്റെ വിക്കറ്റ് പോകുന്നവരെ 77-1 എന്നുള്ള രീതിയിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ കളിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഏകദേശം 35-45 റൺസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു 9 വിക്കറ്റുകളായിരുന്നു. ആ 9 വിക്കറ്റുകൾ പോയ രീതിയായിരുന്നു ഏറ്റവും എന്താ പറയുക സർപ്രൈസിങ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് അവരെല്ലാവരും വെറുതെ വന്ന് അടിച്ചു കളിക്കാനായിട്ട് ശ്രമിച്ചു. രഹ്മത് ഷാ ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഇന്നിങ്സിൽ അദ്ദേഹം നല്ലൊരു പേഷ്യൻസോടെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഉയർത്തി അടിക്കാൻ ശ്രമിച്ചിട്ടാണ് വിക്കറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർ അടിച്ചു കളിക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ വിക്കറ്റുകൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 112 റൺസ് മാത്രമാണ് സെക്കൻഡ് ഇന്നിങ്സിൽ അഫ്ഗാനിസ്ഥാന് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇന്നിങ്സിനും 300 റൺസിൻ്റെയും വലിയൊരു തോൽവിയാണ് അഫ്ഗാനിസ്ഥാന് വന്നിരിക്കുന്നത്. ആകെ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ടെസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ഹോമിലൊരു വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി വരുന്നത് 3 വൺ ഡേ ഇൻ്റർനാഷണലുകളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ നേരെ ഇംഗ്ലണ്ടിലേക്ക് പറക്കാണ്. ഇംഗ്ലണ്ടിലും അയർലൻഡിലായിട്ട് ഇനി അടുത്ത വൺ ഡേയും T20 സീരീസൊക്കെ ഇന്ത്യക്ക് അവിടെ വരുന്നുണ്ട്. സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.